morning dear students, welcome to another session of online class. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് ആണ്, അല്ലെങ്കിൽ 3 കോളം ക്യാഷ് ബുക്ക്. ആ പേരിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കും നമുക്ക് 3 എമൗണ്ട് കോളംസ് അല്ലെങ്കിൽ എമൗണ്ട് കോളത്തിന് അടുത്ത് 2 എക്സ്ട്രാ കോളംസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള 3 കോളം ക്യാഷ് ബുക്കാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ചു ഡബിൾ കോളം ക്യാഷ് ബുക്ക് പഠിച്ചു. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ഡിസ്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷും 2 കോളംസ് ഉള്ള ക്യാഷ് ബുക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തത്. 3 കോളത്തിൽ അതിൻ്റെ കൂടെ ബാങ്ക് കോളം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എമൗണ്ട് എഴുതുന്ന സ്ഥലത്ത് നമ്മൾ എമൗണ്ട് കോളംസിനെ 3 ഡിവൈഡ് ചെയ്യുന്നു. 3 എമൗണ്ട് കോളമായിട്ട് വരയ്ക്കണം. ഒന്ന് ഡിസ്കൗണ്ട്, ക്യാഷ്, ദെൻ ബാങ്ക്. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും 3 എമൗണ്ട് കോളംസ് ഉള്ള, ഡിസ്കൗണ്ടിനും ക്യാഷിനും ബാങ്കിനും സെപ്പറേറ്റ് കോളംസ് ഉള്ള ക്യാഷ് ബുക്കിനെ നമുക്ക് എന്തായിട്ട് പറയാം? 3 കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയാം. ഈ ക്യാഷ് ബുക്ക് വരയ്ക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ക്യാഷും ബാങ്കും ഒരു ഒരേ അക്കൗണ്ടിൽ കോളംസ് ആയിട്ട് വരികയാണ്. അല്ലെങ്കിൽ ബാങ്കിൻ്റെയും ക്യാഷിൻ്റെയും അക്കൗണ്ട് ഒന്നിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് ക്യാഷും ഒന്നിച്ച് വരുന്ന ട്രാൻസാക്ഷൻസ്, ഫോർ എക്സാമ്പിൾ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഓർ ക്യാഷ് വിഡ്രോഡ് ഫ്രം ബാങ്ക് ഓർ സ്റ്റാർട്ടഡ് ആൻ അക്കൗണ്ട് ഫോർ ₹2000 എന്ന് പറഞ്ഞാലും മതി. ഇങ്ങനെ ബാങ്കിൽ നിന്ന് പണം വിഡ്രോ ചെയ്തു എന്നോ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്തു എന്നോ ഒക്കെ പറയുന്ന ജേണൽ എൻട്രിയുടെ ഒരു പ്രത്യേകത, ഈ അക്കൗണ്ടിൽ, ഈ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എന്ത് വരുന്നു? എൻട്രി വരുന്നു. ഡബിൾ സൈഡിൽ എൻട്രി വരുന്ന ട്രാൻസാക്ഷൻസാണ്. ഫോർ എക്സാമ്പിൾ ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ എന്ത് വരും? ടു ബാങ്ക്. ബാങ്ക് അക്കൗണ്ടിൽ എന്ത് വരും? ബൈ ക്യാഷ്. മനസ്സിലായല്ലോ? ഇവിടെ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും കോളം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് അക്കൗണ്ടിൽ ടു ബാങ്കും ബാങ്ക് അക്കൗണ്ടിൽ ബൈ ക്യാഷും എഴുതണം. അത്തരം ക്യാഷ് ബുക്കിൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും എൻട്രി വരുന്ന അത്തരം എൻട്രികളെ നമുക്ക് കോൺട്രാ എൻട്രീസ് എന്ന് പറയാം. ഈ കോൺട്രാ എൻട്രീസ് വരുന്ന സാഹചര്യം ഏതാ? 2 സാഹചര്യത്തിലാണ്. ഒന്ന് ബാങ്കിൽ നിന്ന് പണം വിഡ്രോ ചെയ്യുമ്പോൾ, മറ്റൊന്ന് ബാങ്കിലേക്ക് പണം അടയ്ക്കുമ്പോൾ. ഈ കോൺട്രാ എൻട്രി അറിയുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി സി എന്നുള്ള ഒരു ആൽഫബറ്റ്, സി ഫോർ കോൺട്രാ എൻട്രി. സി നമ്മളെവിടെ റെക്കോർഡ് ചെയ്യും? ഡെബിറ്റിലും ക്രെഡിറ്റിലും ഈ എൻട്രിയുടെ നേരെ, ഈ പോസ്റ്റിങ്ങിൻ്റെ നേരെ LF കോളത്തിൽ, ലെഡ്ജർ ഫോളിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നു. സി എന്ന് പറയുന്ന ആൽഫബറ്റ് എഴുതി വയ്ക്കുന്നു. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് കോൺട്രാ എൻട്രി എന്നറിയാൻ വേണ്ടി സി എഴുതി വയ്ക്കുന്നു. ഇത്രയാണ് നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇനി നമുക്കിത് പ്രൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലസ്ട്രേഷൻ 5, പേജ് നമ്പർ 23 ആണ്. എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് ഓഫ് മോഹൻ ആൻഡ് ബാലൻസ് ഇറ്റ് at the end of July 2019. ഇനി ക്വസ്റ്റ്യൻ ആണ്. 2019 July 1st ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, പിന്നെ സാധാരണ ഡീറ്റെയിൽസ് ആണ്. ഞാനത് ഓരോന്നും ഇരുത്തി വായിക്കുന്നില്ല. നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഓരോന്നും വായിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. ഹെഡിങ് എഴുതിയിട്ടുണ്ട്. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ്, LF, ഡിസ്കൗണ്ട്, ക്യാഷ്, ബാങ്ക്. ഇവിടെ അതുപോലെ തന്നെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡിസ്കൗണ്ട്, ക്യാഷ്, ബാങ്ക്. വൗച്ചറിൻ്റെയും റെസീപ്റ്റിൻ്റെയും കോളം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. വൗച്ചർ നമ്പർ ഉണ്ടെങ്കിൽ അവിടെ വൗച്ചർ നമ്പർ എഴുതണം. റെസീപ്റ്റ് നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ റെസീപ്റ്റ് നമ്പർ എഴുതണം. ഇനി നമുക്കിത് എങ്ങനെ പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം 2019 July 1st ആണ്. ജൂലൈ 1st ഓപ്പണിംഗ് ബാലൻസ് ആണ്. ബാങ്കും ക്യാഷും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2019 July 1st
ഇവിടെ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും കോളത്തിൽ ഡയറക്റ്റായിട്ട് എഴുതിയാൽ മതി. ക്യാഷ് ഇൻ ഹാൻഡ് 6400, 6400. ബാങ്കിൽ 12,800, 12,800. അടുത്ത ട്രാൻസാക്ഷൻ പെയ്ഡ് സാം ബൈ ചെക്ക് ₹4,500 എന്നുള്ളതാണ് അടുത്ത ട്രാൻസാക്ഷൻ. അപ്പോൾ ഇവിടെ പേയ്മെൻ്റ് ആണ്. പേയ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് സൈഡിൽ ആണ് വരേണ്ടത്. ഞാൻ ഇവിടെ പർട്ടിക്കുലേഴ്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്, അത് റെസീപ്റ്റ്സ് പേയ്മെൻറ്റ്സ് എന്നാക്കാം. പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ എന്ത് പറയണം? ബൈ സാം എന്നാണ് എഴുതേണ്ടത്. ഇപ്പോൾ 2019 ജൂലൈ 8-ാം തീയതിയാണ്. 8-ാം തീയതി ബൈ സാം, അതാണ് ജേർണൽ എൻട്രി വരിക. പോസ്റ്റിംഗ് വരുന്നത് ബൈ സാമിന് എത്രയാണ് വരുന്നത്? 4,500 രൂപയുടെ ചെക്കാണ് കൊടുത്തത്. ഇപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്യുക? 4,500. ചെക്ക് കൊടുക്കുമ്പോൾ ബാങ്കിൽ നിന്നാണല്ലോ പേയ്മെൻറ്റ് പോവുക. ദെൻ അടുത്തത് 14th റിസീവ്ഡ് എ ചെക്ക് ഫ്രം ഷാജൻ ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. 14-ാം തീയതി ശ്രദ്ധിക്കുക. 14-ാം തീയതി ശ്രദ്ധിക്കുക. റിസീവ്ഡ് എ ചെക്ക് ഫ്രം ഷാജൻ ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 14-ാം തീയതി റിസീവ് ചെയ്യല്ല. റെസിപ്റ്റ് ആയതുകൊണ്ട് എന്തായാലും എവിടെ എഴുതണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ആരിൽ നിന്നാണ് കിട്ടുന്നത്? അത് പേര് പറഞ്ഞിട്ടുണ്ട്, ഷാജൻ്റെ കയ്യിൽ നിന്നാണ്. മാത്രമല്ല ചെക്ക് 3,600 രൂപയാണ് കിട്ടിയത്. അത് അന്ന് തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്കിലേക്ക് നേരിട്ട് എഴുതാം 3,600, 3,600. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ 17th ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് 1,000, 17-ാം തീയതിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ക്യാഷും വരും, ക്രെഡിറ്റ് സൈഡിൽ ബാങ്കും വരും. ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ബാങ്കും ക്യാഷും വരുന്ന ജേർണൽ എൻട്രീസിനെയാണ് കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും ഒരേ സമയം പോസ്റ്റിംഗ് വരുന്ന അല്ലെങ്കിൽ റെക്കോർഡിംഗ് വരുന്ന എൻട്രീസിനെയാണ് നമ്മൾ കോൺട്രാ എൻട്രീസ് എന്ന് പറയുകയും അത് ലെഡ്ജർ ഫോളിയോയിൽ കോൺട്രാ എൻട്രീസ് അറിയുന്നതിന് വേണ്ടി സി എന്ന് നമ്മൾ മാർക്ക് ചെയ്യും വേണം. അപ്പോൾ ട്രാൻസാക്ഷൻ ഒന്നുകൂടി വായിക്കാൻ ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് ആണ്. അപ്പോൾ സാധാരണ ഒരു ക്യാഷ് ബുക്കിൽ വരിക ക്യാഷ് ഇൻ ടു ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് വരുന്നത്. അപ്പോൾ 17-ാം തീയതി നമുക്ക് ടു ക്യാഷ് ബാങ്കിൽ നമ്മൾ ടു ക്യാഷ് എന്നാണ് റെക്കോർഡ് ചെയ്യുക. ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ്? ബാങ്കിലാണ് റെക്കോർഡ് ചെയ്യുക. ₹1,000 ആണ്. അത് എവിടെ എഴുതണം? ബാങ്ക് കോളത്തിൽ എഴുതണം. ശ്രദ്ധിക്കുക, ഇത് രണ്ട് സൈഡിലും വരുന്ന കാരണം കൊണ്ട് കോൺട്രാ എൻട്രി എന്നറിയപ്പെടുന്നു. അത് നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ വേണ്ടി LF കോളത്തിൽ സി എന്ന് എഴുതി വയ്ക്കുക. ഇനി കോൺട്രാ എൻട്രി ആയതുകൊണ്ട് ഇവിടെയും വരുന്നു 17-ാം തീയതി എന്താണ് വരുന്നത്? ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് ക്യാഷ് കോളത്തിലെ 1,000. അവിടെയും LF കോളത്തിലെ കോൺട്രാ എൻട്രി എന്നറിയാൻ വേണ്ടി സി എന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ അത് പോസ്റ്റിംഗ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത 21st റിസീവ്ഡ് ക്യാഷ് ₹1,900 ഫ്രം മനോജ് ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് ടു ഹിം 100. 21-ാം തീയതി മനോജിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടി. 21st മനോജിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി. എത്രയാണ് കിട്ടിയത്? 1,900 ക്യാഷാണ്. 1,900 രൂപ ക്യാഷായിട്ടാണ് കിട്ടിയത്. പക്ഷെ അതിൽ
100 rupees നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് അലോ ചെയ്തു. അപ്പോൾ 2000 കിട്ടേണ്ടടുത്ത് മനോജിൻ്റെ കയ്യിൽ നിന്ന് 1900 കിട്ടി. അതിലെ 100 രൂപ എന്തായിട്ട് മാറ്റി? ഡിസ്കൗണ്ട് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഡിസ്കൗണ്ട് കോളത്തിൽ 100 രൂപ വന്നു. എമൗണ്ട് കോളത്തിൽ, ക്യാഷ് കോളത്തിൽ 1900. ദെൻ നെക്സ്റ്റ് 24-ാം തീയതി പെയ്ഡ് ക്യാഷ് ടു സുമൻ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് പെയ്ഡ് ക്യാഷ് ആയതുകൊണ്ട് പേയ്മെൻറ്റ് സൈഡിലേക്ക് പോവാം. ഇവിടെ 24-ാം തീയതി ഡേറ്റ് ഇട്ട് വയ്ക്കാം. ടു സുമൻ, അതിലൊന്നും മാറ്റില്ല. സുമനാണ് കൊടുത്തത്. 2800 രൂപയാണ് കൊടുത്തത്. ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട് ₹3000 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2800 രൂപ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് നടത്തി. പെയ്ഡ് ക്യാഷ് ടു സുമൻ. ഇനി പറഞ്ഞത് 3000 രൂപ ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട് ₹3000 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3000 രൂപ കൊടുക്കാനുള്ളിടത്താണ് നമ്മൾ 2800 രൂപ കൊടുത്തത്. Therefore 200 ഈസ് ട്രീറ്റഡ് ആസ് ഡിസ്കൗണ്ട്. 200 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യണം, അത് എഴുതി. ദെൻ 27-ന് വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. അവിടെയും ഒരു കോൺട്രാ എൻട്രി ആണ്. വിഡ്രൂ ക്യാഷ് ഫ്രം ഓഫീസ് യൂസ് ഫ്രം ബാങ്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 27-ാം തീയതി ക്യാഷ് വിഡ്രോ ചെയ്തു. അപ്പോൾ എന്താ ജേണൽ എൻട്രി വരിക? ക്യാഷ് ബുക്കിൽ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ആണ് അല്ലേ ക്യാഷ് ബുക്കിൽ. അപ്പോൾ ഇവിടെ ബാങ്ക് ടു ബാങ്ക് ആണ് വരിക 27-ന്. മാത്രമല്ല ഇവിടെ ബാങ്ക് വന്നാൽ അപ്പുറത്ത് ക്യാഷ് വരും. ടു ബാങ്ക് എന്ന് പറഞ്ഞ് ക്യാഷ് കോളത്തിലാണ് റെക്കോർഡിംഗ് വരിക. എത്രയാണ് എമൗണ്ട്? 2000. ക്യാഷ് കോളത്തിൽ 2000 രൂപ നമുക്ക് ക്യാഷ് ബാങ്കിൽ നിന്ന് കിട്ടി. ഇനി അപ്പുറത്ത് ദെൻ പേയ്മെൻറ്റ് സൈഡിൽ 27-ന് നമ്മളിവിടെ എഴുതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് വരും? ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് ബാങ്ക് കോളത്തിൽ എത്ര വരും? 2000 രൂപ. അത് കോൺട്രാ എൻട്രി ആയതുകൊണ്ട് ഇവിടെ നമ്മൾ കോൺട്രാ എൻട്രി ആയതുകൊണ്ട് LF കോളത്തിൽ C എന്ന് മാർക്ക് ചെയ്യണം, കോൺട്രാ എൻട്രി എന്നുള്ള അറിയാൻ വേണ്ടി. ദെൻ അടുത്തത് 27 കഴിഞ്ഞാൽ 30-ന് മോഹൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. മോഹൻ ക്യാഷ് വിഡ്രോ ചെയ്തു അല്ലേ. ഫോർ പേഴ്സണൽ യൂസ് ആണ് വിഡ്രോ ചെയ്തത്. അപ്പോൾ ഇവിടെ മോഹനാണ് വിഡ്രോ ചെയ്തത്. മോഹൻ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചത് ഡ്രോയിങ്സ് ആണ്. 30-ാം തീയതി ഡ്രോയിങ്സ് ആണ് വരിക. അപ്പോൾ 30-ന് ബൈ ഡ്രോയിങ്സ് ആണ് വരിക. എവിടെ നിന്നാണ് ഡ്രോയിങ്സ് വരുന്നത്? 30-ന് വിഡ്രോ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ക്യാഷ് കോളത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു എന്ന് പറയുന്നില്ല. മോഹൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബിസിനസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ക്യാഷാണ് വിഡ്രോ ചെയ്യുന്നത്. ഡ്രോയിങ്സ് എഴുതി. ഇനി 31-ന് മോഹൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. അതും നമ്മളെ സംബന്ധിച്ച് എന്ത് തന്നെയാണ്? 31-ന് നമ്മളെ സംബന്ധിച്ച് അതും പേഴ്സണൽ യൂസിനായതുകൊണ്ട് അതും ഡ്രോയിങ്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ചേഞ്ച് ഉള്ളത്, ഈ ഡ്രോയിങ്സ്, ഈ 1000 rupees ഡ്രോയിങ്സ് ഈസ് ഫ്രം എന്താണ്? ബാങ്കാണ്. അപ്പോൾ ബാങ്കിൽ നിന്നാണ് 1000 rupees ഡ്രോയിങ്സ് കാണിക്കേണ്ടത്. ബാങ്കിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഡ്രോയിങ്സ് ഇത്രയാണ് നമുക്കിതിൽ റെക്കോർഡ് ചെയ്യാനുള്ളത്. ഇനി ബാലൻസിങ് പ്രോസസ്സാണ്. ബാലൻസിങ് പതിവ് പോലെ ഏറ്റവും ലാസ്റ്റ് എഴുതിയിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറക്കി 3 കോളം ഒന്നിച്ച് വരച്ച് ബാലൻസിൽ ഇവിടെ തന്നെയാണ് ബാലൻസ് വരിക. ആദ്യം ഡിസ്കൗണ്ട് ആയതുകൊണ്ട് ആദ്യം കൂട്ടിയെന്ന് മാത്രം. ഇവിടെ 2 3,900 9,900 10,300 10,300 10,300 ആണ് ക്യാഷിൻ്റെ ടോട്ടല്. ബാങ്ക് 12 15 16 16,800 17,200 17,400 17,400. ഇത്രയായി കഴിഞ്ഞാൽ ഈ എമൗണ്ടുകൾ അപ്പുറത്തേക്ക് എടുത്തെഴുതാം. ഡിസ്കൗണ്ട് ഒഴികെ 10,300
ആൻഡ് 17,400. ഇനി ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 5,000ഉം 9,900ഉം കിട്ടും. തന്നെ ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ദെൻ ജൂലൈ 1 ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് 1 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 5,000, then 9,900, 9,900. അപ്പോൾ ഇതിൽ ഈ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ അല്ലെങ്കിൽ 3 കോളം ക്യാഷ് ബുക്കിൽ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ് കോൺട്രാ എൻട്രീസ്. എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ്. കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ, ഇപ്പോൾ ഇതിൽ ക്യാഷും ബാങ്കും ഉണ്ടല്ലോ, 2 കോളംസ് ഉണ്ടല്ലോ. അപ്പോൾ ഒന്നുകിൽ ഡെബിറ്റ് സൈഡിൽ ക്യാഷും ക്രെഡിറ്റ് സൈഡിൽ ബാങ്കും വരും. രണ്ടും കൂടി ഒന്നിച്ച് വരുന്ന ഒരു ജേർണൽ എൻട്രിയുടെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ക്യാഷും ബാങ്കും കൂടി വരികയാണെങ്കിലാണ് അതിനെ കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്. ബാക്കി എൻട്രീസ് ഒന്നും കുഴപ്പമില്ല, സാധാരണത്തെ പോലെ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണ കുട്ടികൾ തെറ്റുവരുത്തുന്ന ഒരു പ്രോബ്ലം കൂടിയാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സസൈസ് ക്വസ്റ്റ്യൻസിൽ നിന്നാണ്. പേജ് നമ്പർ 43-ലെ 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ്, ഡിസ്കൗണ്ട് ആൻഡ് ബാങ്ക് കോളംസ്. 2018 February 1 ക്യാഷ് ബാലൻസ്, ക്യാഷ് അറ്റ് ബാങ്ക്, പർച്ചേസ്, സെയിൽസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് തന്നിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇത് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. ഞാനത് ഓരോ ഐറ്റംസും എടുത്ത് വായിക്കുന്നില്ല, അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വായിച്ച് ചെയ്യേണ്ടതുള്ള കാരണം കൊണ്ട് കേട്ടോ. ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യനിൽ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ റെക്കോർഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. 2018 February 1 ക്യാഷ് ബാലൻസ് 3,000. February 1 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് ക്യാഷ് 3,000ഉം ബാങ്ക് 7,000. ബാങ്ക് 7,000. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ 1 തീയതി തന്നെയാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. February 1 ബൈ പർച്ചേസസ് 1,500. ക്യാഷ് കോളത്തിൽ എഴുതാം. ഇനി അടുത്ത ട്രാൻസാക്ഷൻ 1 തീയതി തന്നെ. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സെയിൽസ് 1,500. ക്യാഷിലാണ് 1,500. ദെൻ 3 തീയതി പെയ്ഡ് കുര്യൻ ₹250
ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട് 260. 260 രൂപ കുര്യന് കൊടുക്കാനുണ്ട്. അത് നമ്മൾ 250 രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്തു. അപ്പോൾ 10 രൂപ ഡിസ്കൗണ്ടാണ്. 3-ാം തീയതിയാണ്. ബൈ കുര്യൻ ക്യാഷാണ് 250. 250 രൂപ ക്യാഷ് പേയ്മെൻ്റ് ആണ്. 10 രൂപ ഡിസ്കൗണ്ട്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ 5th ഓഫീസ് ഫർണിച്ചർ പർച്ചേസ്ഡ് 250. 5-ാം തീയതിയാണ്. ഓഫീസ് ഫർണിച്ചർ പർച്ചേസ്ഡ് 250. 250. അടുത്ത 6-ാം തീയതിയാണ്. സുരേഷ് ഗേവ് us ₹700 ടു സെറ്റിൽ ഹിസ് അക്കൗണ്ട് ₹725. സുരേഷ് നമുക്ക് 725 രൂപയ്ക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി 700 രൂപ തന്നു. 6-ാം തീയതിയാണ്. സുരേഷ് നമുക്ക് തന്നത് 700 രൂപയാണ്, പക്ഷെ അയാൾ തരാനുള്ള 725 രൂപയാണ്. അപ്പോൾ 25 രൂപ എന്താണ്? ഡിസ്കൗണ്ടാണ്. ദെൻ റിസീവ്ഡ് ഫ്രം നിഖിൽ കമ്മീഷൻ 150. 8-ാം തീയതിയാണ്. നമുക്ക് എന്ത് കിട്ടി? കമ്മീഷൻ കിട്ടി. കമ്മീഷൻ ഇത്രയാണ് 150. 150 രൂപ കമ്മീഷൻ റിസീവ് ചെയ്തു. 10-ാം തീയതി ക്യാഷ് സെയിൽസ് ഫോർ ദ ഡേ 800. 10-ാം തീയതിയാണ്. സെയിൽസ് 800. 18-ാം തീയതി ബോട്ട് ഇൻ ക്യാഷ് ആസ് ക്യാപിറ്റൽ 1500. ക്യാഷ് കൊണ്ടുവന്നു ക്യാപിറ്റലായിട്ട്. 18-ാം തീയതിയാണ്. ക്യാപിറ്റൽ 1500. 21-ാം തീയതി പെയ്ഡ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട് 500. 21st പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം, കോൺട്രാ എൻട്രി വരുന്നതാണ് അല്ലേ. പെയ്ഡ് ഇൻ ടു ബാങ്ക് 500 എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ബൈ ബാങ്ക്. ബൈ ബാങ്ക് 500. അതേസമയം ബാങ്ക് അക്കൗണ്ടിലെ ടു ക്യാഷ് 500. ഈ എൻട്രീനെയാണ് നമ്മൾ കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ഒരേ എൻട്രി തന്നെ 21-ാം തീയതി ഈ അക്കൗണ്ടിൽ 2 സൈഡിലും വരുന്ന കാരണം കൊണ്ട് അതിനെ കോൺട്രാ എൻട്രി എന്ന് പറയുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ എന്തെഴുതുന്നു? സി എന്നെഴുതുന്നു. സി സ്റ്റാൻഡ്സ് ഫോർ കോൺട്രാ എൻട്രി. 21-ാം തീയതി കോൺട്രാ എൻട്രി വന്നു. 23-ാം തീയതി പെയ്ഡ് റെൻറ്റ് ടു ലാൻഡ് ലോഡ് ബൈ ചെക്ക്. അപ്പോൾ എന്തായാലും പേയ്മെൻ്റ് ആണ് നടന്നിട്ടുള്ളത് 23-ാം തീയതി.
എന്താണ് കൊടുത്തിട്ടുള്ളത്? റെൻ്റാണ്. എത്ര രൂപയാണ്? 200 രൂപ. പക്ഷേ ചെക്കിലാണ്. ചെക്കിൽ പേയ്മെൻറ്റ് നടത്തിയാൽ എവിടെ നിന്നാണ് കുറയുക? ബാങ്കിൽ നിന്നാണ് കുറയുക. ദെൻ നെക്സ്റ്റ് ഈസ് 25th പെയ്ഡ് ക്യാഷ് ടു ചന്ദ്രൻ ₹250. അപ്പം പേയ്മെൻ്റാണ്. പെയ്ഡ് ക്യാഷ് ടു ചന്ദ്രൻ ₹250. 26 സോൾഡ് മെഷീനറി ഫോർ ക്യാഷ് ₹500. 26th സെയിൽ ഓഫ് മെഷീനറി. സെയിൽ ഓഫ് മെഷീനറി 500. 28 റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. 28 ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 50 രൂപ. ഡ്യൂ ഫോർ പേഴ്സണൽ യൂസ് ബൈ ചെക്ക്. ഡ്യൂ ഫോർ പേഴ്സണൽ യൂസ് ബൈ ചെക്ക് എന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. അത് ഡ്രോയിങ്സ്. പേഴ്സണൽ യൂസ് എന്ന് പറയുമ്പോൾ ഡ്രോയിങ്സ് ആണ്. 28 ഡ്രോയിങ്സ് ആണ്. 250. 250 രൂപയാണ്. അപ്പോൾ ബാങ്കിൽ നിന്നാണ്. ചെക്ക് മുഖാന്തരം വിഡ്രോ ചെയ്തതെന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്നാണ്. തൊട്ട് താഴെ പെയ്ഡ് സാലറീസ് ₹800. അത് സെയിം ഡേറ്റ് തന്നെ. സാലറീസ് 800. ഇനി നമുക്ക് സാധാരണ പോലെ ഇത് ബാലൻസ് ചെയ്യാം. ഒരു ലൈൻ ഇറക്കി വരച്ച് രണ്ട് സൈഡും ഈക്വലായിട്ട് വരയ്ക്കാം. ഇവിടെ ടോട്ടൽ വരുന്നത് 8200. 8200. അപ്പുറത്ത് 7500. 7500. അപ്പോൾ ഇത് അപ്പുറത്തേക്ക് എടുത്ത് എഴുതുക. എന്തൊഴികെ? ഡിസ്കൗണ്ട് കോളം വേണ്ട. ഡിസ്കൗണ്ട് കോളം ഈ എമൗണ്ടാണ് എഴുതേണ്ടത്. ആ ഡിസ്കൗണ്ട് കൂട്ടിയിട്ട് അത്രയേ ഉള്ളൂ. ഇത് 8200, 7500. ഇനി ബാലൻസ് ചെയ്യണം. ഇവിടെ 450 എന്ന് പറയുമ്പോൾ 750. ഇവിടെ രണ്ടായിട്ടേ ഉള്ളൂ. മറ്റുള്ളത് നോക്കണം. 1500, 500, 2000, 2500, 2750, 2750, 253. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ 4650. അവിടെ ഡിസ്കൗണ്ടിൻ്റെ കോളത്തിൽ നമുക്ക് ബാലൻസ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ഫെബ്രുവരി 28 ലാസ്റ്റ് ഡേ. അതായതുകൊണ്ട് ഫെബ്രുവരി 28 ബാലൻസ് ക്യാരി ഡൗൺ
4,650 ആൻഡ് 7,050. ഇനി ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് 1 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് ഈ എമൗണ്ട് ഇവിടെ എഴുതി വയ്ക്കുക. 4650 ദെൻ 7050. അപ്പം ഇതിനെയാണ് നമ്മൾ ട്രിപ്പിൾ കോളം അല്ലെങ്കിൽ 3 കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സസൈസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെയാണ്. പേജ് നമ്പർ 43-ലെ 23-ാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ 3 കോളം ക്യാഷ് ബുക്ക് ഓഫ് റഷീദ് ആൻഡ് കമ്പനി ആൻഡ് ബ്രിങ് ഡൗൺ ദ ബാലൻസ് ഓൺ 29th February. നമ്മൾ റഷീദ് ആൻഡ് കമ്പനിയുടെ ഒരു 3 കോളം ബാലൻസ് ഷീറ്റ് ക്യാഷ് ബുക്ക് വരയ്ക്കുകയും വേണം. അതിൻ്റെ ബാലൻസ് 29th ബാലൻസ് എടുക്കുകയും വേണം. ഇതിൽ 2016 February 1 ക്യാഷ് ഇൻ ഹാൻഡ് 2500. അന്ന് തന്നെ ഓവർ ഡ്രാഫ്റ്റ് അറ്റ് ബാങ്ക്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാനത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി പറയാം. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോണാണ്. ലോണാകുമ്പോൾ ലോൺ അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ ബൈ സൈഡിലാണ് ബാലൻസ് വരേണ്ടത് കേട്ടോ. ബാക്കിയുള്ളത് അപ്പോൾ പറയാം. പിന്നെ വേറൊന്നും ഇതിൽ പറയാനില്ല. നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് റഷീദ് ആൻഡ് കമ്പനിയുടെ ക്വസ്റ്റ്യൻ വായിക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ വായിക്കാം. 2016 February 1. ഇതും ഫെബ്രുവരി തന്നെയാണ്. 2016 February 1. ക്യാഷ് ഇൻ ഹാൻഡ് 2500. അപ്പോൾ സാധാരണ പോലെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് എഴുതണ്ട, ബാലൻസ് എന്ന് എഴുതിയാൽ മതിയല്ലോ. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 2500. ബാങ്കിൽ ഇത് ഓവർ ഡ്രാഫ്റ്റ് ആണല്ലോ. ഓവർ ഡ്രാഫ്റ്റ് ആവുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കടം എടുക്കുന്ന ഓവർ ഡ്രാഫ്റ്റ് കടം വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ബാലൻസ് അപ്പുറത്താണ് വരിക. ബൈ ഇത് ലയബിലിറ്റി ആണല്ലോ. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ ഓവർ ഡ്രാഫ്റ്റ് അറ്റ് ബാങ്ക് ₹1000. ഓക്കെ. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കുട്ടികൾ പഠിക്കുക. ഓവർ ഡ്രാഫ്റ്റ് നമുക്ക് ബാങ്കിൽ നിന്നുള്ള ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ലോണാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലോൺ അലൗഡ് ഓൺലി ടു ബിസിനസ്മെൻ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രം കൊടുക്കുന്ന ലോണിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അക്കൗണ്ടിലുള്ള പണത്തിനേക്കാൾ കൂടുതൽ വിഡ്രോ ചെയ്യാനുള്ള പവർ കൊടുക്കുന്ന ലോണിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. മറ്റ് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. വിഡ്രോ ചെയ്ത എമൗണ്ടിന് മാത്രമേ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രമേ ഈ ലോൺ അലൗ ചെയ്യുള്ളൂ. ബിസിനസ്സുകാർക്ക് മാത്രമേ ലോണ്, കറണ്ട് അക്കൗണ്ട് ബിസിനസ്സുകാർക്ക് മാത്രമേ ഓപ്പൺ ചെയ്യാൻ സാധാരണ പറ്റുന്നത്. അവർക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന ലോണാണ് എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷേ ഇവിടെ പ്രാക്ടിക്കലി ഇതൊരു ലോണാണ്. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് ബൈ സൈഡിലാണ് വരിക, മനസ്സിലാക്കുക. അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇനി തേർഡിന് റിസീവ്ഡ് ക്യാഷ് ഫ്രം പോൾ ആൻഡ് അലൗഡ് ഡിസ്കൗണ്ട് 25. ഇപ്പോൾ റിസീവ്ഡ് ക്യാഷ് ഫ്രം പോൾ എന്ന് പറഞ്ഞാൽ പോളിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന 1400 തന്നെയാണ്. അപ്പോൾ അവിടെ ഫെബ്രുവരി 3 ടു പോൾ 1400 ആൻഡ് അലൗഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ 400 കിട്ടിയിട്ട് 1400 റിസീവ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് ഡിസ്കൗണ്ട് പറയുന്നത്. 8 ക്യാഷ് പർച്ചേസസ് 450. 8
പർച്ചേസസ്, ക്യാഷ് പർച്ചേസ് ആണ് 450. 480 രൂപയുടെ പർച്ചേസസ് നടത്തി. ഇനി അന്ന് തന്നെ ക്യാഷ് സെയിൽസ് ഉണ്ട് 850. സെയിൽസ് അതിൽ 850. ദെൻ 10-ാം തീയതി ഡെപ്പോസിറ്റഡ് വിത്ത് ദ ബാങ്ക് 1050. ഡെപ്പോസിറ്റഡ് വിത്ത് ദ ബാങ്ക് എന്ന് പറയുന്നത് കോൺട്രാൻട്രി ആണ്. അപ്പോൾ എന്താണ്, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്, അതാണ് ജേർണൽ എൻട്രി. ക്യാഷ് അക്കൗണ്ടിൽ ബൈ ബാങ്ക്. ബൈ ബാങ്ക് എത്ര രൂപയാണ്? 1050. ദെൻ ഇവിടെയും ഇവിടെ ടു ക്യാഷ്, എന്നിട്ട് ബാങ്ക് കോളത്തിൽ 1050. ഇത് കോൺട്രാ എൻട്രി ആയതുകൊണ്ട് തന്നെ കോൺട്രാ എന്നറിയാൻ വേണ്ടി സി. അപ്പോൾ ഒരു അക്കൗണ്ടിൽ ക്യാഷ് ബുക്കിൽ ഡെബിറ്റും ക്രെഡിറ്റും വരുന്ന എൻട്രി ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കോൺട്രാ എൻട്രി ആയിട്ട് ട്രീറ്റ് ചെയ്തതും അതെവിടെ എഴുതിയതും LF കോളത്തിൽ സി എന്നുള്ള മാർക്ക് കൊടുത്തതും. അടുത്തത് 10-ാം തീയതി കഴിഞ്ഞാൽ 14-ാം തീയതിയാണ്. പെയ്ഡ് ശശി ബൈ ചെക്ക് ആൻഡ് വാസ് അലൗഡ് ഡിസ്കൗണ്ട് ₹10. പെയ്ഡ് ശശി ബൈ ചെക്ക് 14-ാം തീയതിയാണ്. പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വേണ്ട, ഇവിടേക്ക് വരാം. ശശി ചെക്കാണ് കൊടുത്തിട്ടുള്ളത്. എത്രയാണ്? 350 രൂപയുടെ ചെക്കാണ്. ചെക്ക് കൊടുക്കുക മാത്രമല്ല 10 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൂടി എഴുതിയിട്ടുണ്ട്. ദെൻ ആൻഡ് വാസ് അലൗഡ് ഡിസ്കൗണ്ട് ₹10 എന്നാണ്. ഡിസ്കൗണ്ട് കൊടുക്കല്ല, ഡിസ്കൗണ്ട് റിസീവ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പേയ്മെൻ്റ് അല്ലേ, 350 രൂപ. അപ്പം 360 രൂപയാണ് ശശിക്ക് കൊടുക്കാനുള്ളത്. അതിൽ 350 കൊടുത്തു, 10 രൂപ ഡിസ്കൗണ്ടും കിട്ടി. ഡിസ്കൗണ്ട് നമ്മൾ ക്യാഷിലാണ് എഴുതിയിട്ടുള്ളത്, അത് തെറ്റാണ്. ഡിസ്കൗണ്ട് കോളത്തിലാണ് എഴുതേണ്ടത്, 10 രൂപ ഡിസ്കൗണ്ട്. ദെൻ നെക്സ്റ്റ് February 16th ഡ്രോയിങ്സ് ബൈ ചെക്ക് ₹450. അപ്പോൾ ഡ്രോയിങ്സ് ബൈ ചെക്ക് ₹450 എന്ന് പറയുമ്പോൾ ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ഇവിടെ എഴുതുക 16-ാം തീയതി ഡ്രോയിങ്സ്. അത് ചെക്കായതുകൊണ്ട് തന്നെ 450 ആണ്. ചെക്കായതുകൊണ്ട് തന്നെ എവിടെ എഴുതുക, ഇവിടേക്ക് കൊടുക്കുക 450. ബാങ്കിൽ നിന്നാണ് പോവുക പൈസ, 450. ദെൻ 19th പർച്ചേസ്ഡ് ബൈ ചെക്ക് ആൻ ഓഫീസ് ടേബിൾ $250. 19-ാം തീയതി ഓഫീസ് ടേബിൾ വാങ്ങി. എങ്ങനെയാണ് വാങ്ങിയത്? പർച്ചേസ്ഡ് ബൈ ചെക്കാണ്. 250, 280 രൂപ ചെക്കിലാണ് പേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാങ്കിൽ നിന്നാണ് പോവുക, പണം പോകുന്നു, പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഇനി 21st ഡ്രൂ എ ചെക്ക് ഫോർ ഓഫീസ് യൂസ് $650. അപ്പോൾ ഓഫീസ് യൂസിന് നമ്മൾ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നമ്മൾ പണം വിഡ്രോ ചെയ്യുന്നത് പോലെയാണ്. 21-ാം തീയതി വിഡ്രോ ചെയ്യുമ്പോൾ എന്താണ് വരിക? ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അല്ലേ? അപ്പോൾ ഇവിടെ ടു ബാങ്ക് 21-ാം തീയതി.
ടു ബാങ്ക്, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് ക്യാഷിൽ 650 650 രൂപ വിഡ്രോ ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് ബാങ്കിൽ എന്ത് വരും? 650. ഇത് എന്താണ്? കോൺട്രാ എൻട്രിയാണ്. ഇത് കോൺട്രാ എൻട്രിയാണ്. അപ്പോൾ ഓഫീസ് യൂസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് യൂസിന് ചെക്ക് ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഓഫീസ് സ്റ്റേഷനറി മേടിക്കാൻ ചെക്ക് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ വരില്ല. പക്ഷേ ഓഫീസ് ഉപയോഗത്തിന് വേണ്ടി പൈസ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്നുള്ള ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്തു, അതാണ്. അപ്പോൾ കോൺട്രാ എൻട്രി വരും. ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ട്രാൻസാക്ഷനാണ്, ശ്രദ്ധിക്കുക. കുമാർ പെയ്ഡ് ഇൻ ടു ബാങ്ക് 4200, ഡിസ്കൗണ്ട് അലൗഡ് 50. കുമാർ പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ 26-ാം തീയതിയാണ് കുമാർ ബാങ്കിലേക്ക് നേരിട്ട് പണം കൊടുത്തതാണ്. ഇനി എമൗണ്ട് നോക്കുക. എമൗണ്ട് 4200 എവിടെയാണ് എഴുതുക? ബാങ്കിലാണ്. കാരണം നേരിട്ട് ബാങ്കിലേക്കാണ് പേ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ എന്തുകൂടി ഉണ്ട്? ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടുണ്ട് 50 റുപ്പീസ്. അപ്പോൾ ഡിസ്കൗണ്ട് കോളത്തിൽ ഇതിന് നേരെ കൊടുക്കുക 50 രൂപ. ദെൻ അടുത്തത് 29-നാണ്. സാലറീസ് പെയ്ഡ് ഇൻ ക്യാഷ് 250. 29-ന് സാലറീസാണ്, ക്യാഷിലാണ് പേ ചെയ്തിട്ടുള്ളത് 250 രൂപ. പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ബൈ ചെക്ക് 850. അന്ന് തന്നെയാണ് ഡേറ്റ്. ഇൻഷുറൻസ് പ്രീമിയം 850. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ. ഒരു ലൈൻ ഇറക്കി 2 സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. ഈ സൈഡ് കൂട്ടുക. ഇവിടെ ടോട്ടല് 5400. അവിടെ 5250. ഇതന്നെ അപ്പുറത്തേക്ക് എടുത്ത് എഴുതുക. എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഡിസ്കൗണ്ട് ഈ കോളത്തിൽ എഴുതുക. ഇവിടെ 1050, 1300, 1750. 750 എന്ന് പറയും. ടോട്ടൽ ആദ്യം എഴുതി വയ്ക്കാം. 5400, 5250. അല്ല, ഇതിവിടെയാണ് കൂടുക, ഇവിടെയാണ് കൂടുക. അതെ, ഇവിടെ തന്നെ ആയിരിക്കുള്ളൂ. ഇനി ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ കുറയ്ക്കുമ്പോൾ 3650 ഇവിടെ ബാലൻസ് വരുന്നത് 3650. അടുത്ത കോളത്തിൽ 1700. അപ്പോൾ ഇത് നോർമൽ ബാലൻസിലേക്ക് വന്നു ബാങ്ക് കേട്ടോ. സെയിം ഡേറ്റിന് തന്നെ ബാലൻസ് ക്യാരി ഡൗൺ. ഇപ്പുറത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക? ഇത് ഫെബ്രുവരി ആണ്. മാർച്ച് 1 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 3650, then 1700. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ ഏറെക്കുറെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
കാരണം ഈ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ നമുക്ക് കുറച്ച് സംശയകരമായിട്ടുള്ള ട്രാൻസാക്ഷൻസൊക്കെ വരാം. അതിൽ കുമാർ നേരിട്ട് ബാങ്കിലേക്ക് പേ ചെയ്തു, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു, സ്റ്റേഷനറിക്ക് വേണ്ടി പണം വിഡ്രോ ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ചിലപ്പോൾ വരാം. മിസ്ലീഡിംഗ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ചിലപ്പോൾ ഒരു സംശയം വരാവുന്ന രീതിയിൽ വരാം. അപ്പോൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ വർക്ക് ചെയ്യാം. ഞാനിപ്പോൾ 2 ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മൾ ഒരു 3ഓളം ക്വസ്റ്റ്യൻസായി ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുന്നു. പറ്റാവുന്ന അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസാണ് ക്ലാസ്സിലൊക്കെ ചെയ്യാൻ പറ്റില്ല, കാരണം +2 എടുത്ത പോലെ ഒരുപാട് സമയമെടുത്ത് ഇത് എടുക്കാനുള്ള സമയം ഇല്ല നമുക്ക്. ഇത് ബ്രഷപ്പ് ചെയ്ത് പോകാനേ ഉള്ളൂ. എങ്കിലും കുട്ടികൾ നോക്കുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് വർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. കോൺട്രാ എൻട്രി എഴുതുന്ന ജേർണൽ എൻട്രീസ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറ്റ് ചെക്കുമായിട്ടും ഓവർ ഡ്രാഫ്റ്റ് വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ ഉണ്ടോ, ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.